ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയാവുന്നത് പിണറായി വിജയൻ NDAയുടെ സഖ്യകക്ഷിയായേക്കും എന്നുള്ള വാർത്തകളാണ്. CPM എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പിണറായി വിജയൻ ചിലപ്പോൾ ആയേക്കാം. ഇവിടെ പശുവിന്റെ ഉടമസ്ഥനായിട്ട് BJPയെ പറയാം, പശുവായിട്ട് പിണറായി വിജയനെയും നമുക്ക് പറയാം, കാക്കകളായിട്ട് നമുക്ക് വെള്ളാപ്പള്ളിയെയും മകൻ തുഷാറിനെയും സുകുമാരൻ നായരെയും പറയാം. ഇവരുടെ ഐക്യപ്പെടലിനെ കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോൾ പറയാൻ തോന്നുന്നത് ഒരൊറ്റ കാര്യം മാത്രം, പട്ടിക്ക് പൂട വന്നിട്ട് അമ്പട്ടൻ എന്ത് പ്രയോജനം. നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയം കീഴ്മേൽ മറിയുന്ന അവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ കാരണം NSSും SNDPയും കൈകോർക്കുന്നു എന്നുള്ള വാർത്തയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു അഭിപ്രായം പറയണം എന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു വാർത്ത പുറത്തേക്ക് വന്നിരിക്കുകയാണ്. 2020 എന്നുള്ള പാർട്ടി NDAയുടെ സഖ്യകക്ഷിയാകുന്നു എന്നുള്ള വാർത്ത. പിന്നെ ഹം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ അവാം മോർച്ച എന്ന പാർട്ടി, അതും കേന്ദ്രത്തില് NDAയുടെ സഖ്യകക്ഷിയായിട്ടുള്ള പാർട്ടി, കേരളത്തിൽ ചില വികാരിമാരെയും സന്യാസിമാരെയും ഒക്കെ വേദിയിലിരുത്തി കേരളത്തിൽ സജീവമാകുന്നു എന്നുള്ള വിളംബരം നടത്തിയിരിക്കുന്നു. റോപ്പ് ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റിപ്പബ്ലിക് ഓഫ് പബ്ലിക് പവർ ഇന്ത്യ എന്ന സ്വാമി ഗുരുശ്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടി മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ കേരള യാത്ര നടത്തുന്നു എന്നുള്ള പത്രക്കുറിപ്പും ഇറക്കിയിരിക്കുന്നു. അങ്ങനെ അനവധി വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അതിനേക്കാൾ ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയാവുന്നത് പിണറായി വിജയൻ NDAയുടെ സഖ്യകക്ഷിയായേക്കും എന്നുള്ള വാർത്തകളാണ്. CPM എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പിണറായി വിജയൻ ചിലപ്പോ ആയേക്കാം. അതായത് കേന്ദ്ര സാമൂഹ്യക്ഷേമ ശാക്തീകരണ മന്ത്രി ശ്രീ രാംദാസ് അത്തേവാല, കൃത്യമായിട്ട് പറഞ്ഞാല് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എയുടെ നേതാവ്, പിണറായി വിജയനുമായിട്ട് കണ്ണൂരിൽ വെച്ച് ചർച്ച നടത്തി എന്നുള്ള വാർത്തയും പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്കിതൊക്കെ കേട്ടതിന് ശേഷം പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയാവുന്നത്, യാതൊരു സന്തോഷവും തോന്നുന്നുമില്ല, ഹിന്ദുക്കളെ ഓർത്ത് സഹതാപവും മാത്രം എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കിക്കോളുന്നേ. അതായത് ഇടതുപക്ഷത്തിന്റെയും UDFന്റെയും BJPയുടെയും ഓരോ രാഷ്ട്രീയ നീക്കങ്ങളും പ്രത്യേകം എടുത്ത് ഇഴകീറി പരിശോധിച്ചോളൂ. എന്നിട്ട് സ്വയം ഒരു ചോദ്യം ചോദിക്കുക. കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളുടെ പ്രശ്നങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ നീക്കം ഈ മൂന്ന് മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയായിരിക്കും എല്ലാവർക്കും കിട്ടുന്ന ഉത്തരം. UDF മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാനുള്ള തത്രപ്പാടിലാണെങ്കിൽ LDF വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ഉപയോഗിച്ചുകൊണ്ട് സാമുദായിക വോട്ടുകൾ സമാഹരിച്ച് പരമാവധി സീറ്റുകൾ നേടി, ഒപ്പം BJPയുമായിട്ട് രഹസ്യ നീക്കുപോക്കുകൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ പിന്തുണയോടുകൂടി മൂന്നാം ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള തന്ത്രവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി BJP ആണെങ്കിലോ വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഹൈന്ദവ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള തത്രപ്പാടിലുമാണ്. ഇതില് ഞാൻ BJP ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. കാരണം BJPക്ക് ഹിന്ദു എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ കേരളത്തില് ധൈര്യമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഹിന്ദുക്കൾ തന്നെയാണ്. ഹൈന്ദവ വിഷയങ്ങളെ അപ്പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ധൈര്യം UDFന് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അപ്പുറത്ത് മറ്റൊരു വിഭാഗത്തിന്റെ 80% വോട്ടുകളെങ്കിലും ക്രോഡീകരിച്ച് അവർക്ക് നൽകും എന്ന് ആ വിഭാഗക്കാര്, അതായത് മുസ്ലിം വിഭാഗം നൽകിയിരിക്കുന്ന ഉറപ്പിലുള്ള വിശ്വാസമാണ്. ഇനി LDFന്റെ കാര്യം എടുത്താലോ, അതിനായിട്ട് ഒരു പ്രയോഗം തന്നെ നടത്തേണ്ടി വരും. അതായത് പശുവിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറും എന്നുള്ള പ്രയോഗം. ഒപ്പം വേറൊന്നുകൂടി ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടി വരും, പശുവിന്റെ ഉടമസ്ഥന് പാല് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെ പശുവിന്റെ ഉടമസ്ഥൻ ഹിന്ദുവാണോ? അല്ല. പശു ഹിന്ദുവാണോ? അല്ല. ഇനി കാക്ക ഹിന്ദുവാണോ? അതുമല്ല. അതായത് ഇവിടെ പശുവിന്റെ ഉടമസ്ഥനായിട്ട് BJPയെ പറയാം, പശുവായിട്ട് പിണറായി വിജയനെയും നമുക്ക് പറയാം, കാക്കകളായിട്ട് നമുക്ക് വെള്ളാപ്പള്ളിയെയും മകൻ തുഷാറിനെയും സുകുമാരൻ നായരെയും പറയാം. ചുരുക്കത്തില് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് കേരളത്തില് ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദു തികച്ചും അപ്രസക്തം. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം, ഹിന്ദു നല്ലൊരു വോട്ട് ചെയ്യുന്ന മെഷീനാണ്. ഇനി അവസാനമായിട്ട് ഒരൊറ്റ കാര്യം കൂടി പറയാം, വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒന്നിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ജാതി വർഗ ഭേദമന്യേ ഹൈന്ദവ ഏകീകരണം എന്നോ ഇനി അവർ ഐക്യപ്പെട്ടാലും അത് രാഷ്ട്രീയ വിഷയങ്ങളിലുമുള്ള ഐക്യപ്പെടലാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ ഐക്യപ്പെടലിനെ കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോൾ പറയാൻ തോന്നുന്നത് ഒരൊറ്റ കാര്യം മാത്രം, പട്ടിക്ക് പൂട വന്നിട്ട് അമ്പട്ടൻ എന്ത് പ്രയോജനം. അതുകൊണ്ട് ഇവരുടെയൊക്കെ ഗീർവാണം കേട്ട് അതും കൊട്ടിഘോഷിച്ച് സമയം കളയാതെ ഹൈന്ദവ ഏകീകരണം എന്നത് ഒരു സാമുദായിക നേതാവിന്റെയും ഒത്താശയില്ലാതെ തന്നെ സാധ്യമാകും എന്നുള്ള ആത്മവിശ്വാസം BJPക്ക് നൽകാൻ ഓരോ ഹിന്ദുവും ഇറങ്ങിത്തിരിക്കണം എന്ന് മാത്രമാണ്. ഇവിടെ ഒരു സമുദായത്തെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ സാമുദായിക നേതാക്കളോടാണ് സത്യത്തിൽ അറപ്പും വെറുപ്പും തോന്നുന്നത്.
പിന്നെ ഒരൊറ്റ മുദ്രാവാക്യം കൂടി എനിക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. അതായത് കേരളത്തിലും ഡബിൾ എഞ്ചിൻ സർക്കാർ, പിണറായിയെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് മാത്രം.